ആ ബാലാക്ഷയുടെ കാലിന്റെ അടി നക്കിയിട്ട് ഇന്ന് നാറിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ദൈവം കാണും, ജനങ്ങൾ കാണും എന്ന് മാത്രമേ പറയാനുള്ളൂ. നമസ്കാരം. 30 ആണ്ട് വാണവനും വീണവനുമില്ല. അത് പ്രകൃതിയുടെ ഒരു നിശ്ചയമാണ്. ചില മണ്ഡലങ്ങൾ ചിലരുടെ പേരിനൊപ്പം തുല്യം ചാർത്തിയ പോലെയായിരുന്നു. വർഷങ്ങളായി അതവരുടെ സാമന്ത രാജ്യമായി നിലകൊണ്ടു. മറ്റൊരു വലിയ രാജാവിന് കപ്പം കൊടുത്ത് സ്വന്തം പ്രദേശം ഭരിക്കുന്ന ചെറിയ രാജാവാണ് സാമന്തൻ. കേരളത്തിലെ നായർ സമുദായത്തിലെ ഒരു വിഭാഗമായിരുന്നു പണ്ടുകാലത്ത് സാമന്ത പദവി നേടിയിരുന്നത്. ഇവർ ദേശത്തിൻ്റെ അധികാരികളായിരുന്നു. ചേരാനെല്ലൂർ കർത്താവ് രാജ അഞ്ചി കൈമൾ എന്നൊക്കെ പറയും പോലെ പത്തനാപുരം വാണിരുന്ന പ്രതാപിയായൊരു സാമന്തനായിരുന്നു കീഴൂട്ട് രാജപരമ്പരയിലെ ഗണേഷ് കുമാർ. ഒന്നിൻ്റെയും കുറവില്ലാത്ത മനുഷ്യനാണെങ്കിലും അഹങ്കാരവും പരപുച്ഛയും അസൂയയും അലങ്കാരങ്ങളായിരുന്നു. ജനിതകമോ രാഷ്ട്രീയപരമോ ആയ ഗുരുത്വം തീരെയില്ല. നീ 500 അല്ല ഏതായിരത്തിൻ്റെ മകനാണെങ്കിലും വെളച്ചിൽ കാണിച്ചാൽ ചവിട്ടി പുറത്താക്കുമെന്ന് ഗോഡ് ഫാദർ സിനിമയിലെ കോളേജ് പ്രിൻസിപ്പാൾ മുകേഷിനോട് പറയുന്നുണ്ട്. അതുപോലെ പത്തനാപുരത്തുകാർ ഗണേശനോടും പറഞ്ഞു. ഗണേശൻ്റെ കണക്കിൽ 500ഉം 1000ഉം ഒക്കെ ചെറിയ ചെറിയ സംഖ്യകളാണ്. 5000 പുള്ളിയുടെ ഒരു മിനിമം കണക്ക്. 2 കളത്രത്തെ ഉണ്ടാക്കി വയ്ക്കുന്ന തണ്ടുതപ്പിക്ക് സുഖമില്ലൊരിക്കലുമെന്ന് നമ്പ്യാർ പാടിയിട്ടുണ്ട്. ഒരു ഭാര്യ ഉള്ളവന് പോലും സ്വസ്ഥതയില്ലാത്ത കാലത്ത് ഒരുത്തന് 5000 കാമുകിമാർ കൂടി ഉണ്ടെങ്കിൽ എന്താണ് അയാളുടെ അവസ്ഥ? ഇത്രയും കാമുകിമാരുടെ കുശലാന്വേഷണത്തിന് എത്ര സമയം വേണ്ടിവരും? അങ്ങനെയുള്ള ഒരാൾ പോയി സ്വസ്ഥമായി രോമാഞ്ചം കൊള്ളട്ടെ എന്ന് കരുതി പത്തനാപുരത്തുകാർ ഒരു ചെറിയ റെസ്റ്റ് വിധിച്ചിരിക്കുകയാണ് ഗണേശന്. ജീവിതത്തിൽ ഒരിക്കലും ഈ സാമന്തൻ കരുതിയിട്ടില്ല തൻ്റെ മണ്ഡലം നഷ്ടമാകുമെന്ന്. എതിർ സ്ഥാനാർത്ഥികളെയും പ്രതിയോഗികളെയും പരിഹസിക്കുന്നതാണ് പ്രധാന കലാപരിപാടി. ഗണേശൻ്റെ ഭാര്യ അലച്ചു വിളിച്ച് നാട്ടുകാരെ വിളിച്ചുകൂട്ടിയ സംഭവത്തിൽ കോൺഗ്രസ് ഒരു പ്രകടനം നടത്തി. അതിനെതിരെ ഗണേശൻ്റെ പ്രതികരണം ഒന്ന് ശ്രദ്ധിക്കൂ. അവിടെ സമരം ചെയ്യാനാണ് നടത്തിയിട്ടുണ്ട്. ഒരു പ്രകടന പ്രസംഗമൊക്കെ നടത്തിയതുണ്ട്. പ്രസംഗം ഏത് അലവലാതിക്കും നടത്താം. പദയാത്ര അത് ഏത് അലവലാതിക്കും നടത്താം. ഏത് അലവലാതിക്കും പ്രകടനം നടത്താം, ഏത് അലവലാതിക്കും പദയാത്ര നടത്താം. എൻ്റെ അച്ഛനുണ്ടാക്കിയതൊക്കെ മേടിച്ച് നക്കിയവന്മാർ എനിക്കെതിരെ പറഞ്ഞു നടക്കുന്നുവെന്നായി NSS താലൂക്ക് യൂണിയനിലെ നായന്മാരെ പറ്റിയുള്ള ആക്ഷേപം. എൻ്റെ അച്ഛനുണ്ടാക്കിയതാണ് താലൂക്ക് യൂണിയൻ എന്നും അവകാശപ്പെട്ടു. എന്തായാലും അതിന് മാത്രം സുകുമാരൻ നായർ മറുപടി പറഞ്ഞു. NSSൻ്റെ സ്വത്തുക്കൾ ആരുടെയും തറവാട്ട് സ്വത്തല്ല. ഒടുവിൽ താലൂക്ക് യൂണിയൻ പിളർന്നു. അവർ ഗണേശൻ്റെ പാലം വലിച്ചു. നാട്ടിലും സമുദായത്തിലും സിനിമയിലും ഒറ്റപ്പെട്ട ഗണേശനെ പത്തനാപുരത്തുകാരും പാഠം പഠിപ്പിച്ചു. പ്രസംഗപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മൈക്ക് കാണുമ്പോൾ എല്ലാം മറക്കുന്നയാളാണ് ഗണേഷ് കുമാർ. എന്ത് അലവലാതിത്തരവും ചെറ്റത്തരവും വിളിച്ചു പറയും, പിണറായി വിജയനെ പോലെ. എന്റെ അച്ഛന്റെ ഇച്ചിരി നക്കിയിട്ട് നന്ദികൾ കാണിക്കുന്ന നാറികൾ ചിലരുണ്ട്. പത്തനാപുരം എന്നാൽ താനാണെന്ന് കരുതി 1/4 നൂറ്റാണ്ട് നടന്ന ആളാണ് ഇദ്ദേഹം. ഗണേശൻ്റെ പഞ്ചുള്ള പ്രകടനങ്ങൾക്ക് എന്തായിരുന്നു അണികളുടെയൊക്കെ ഒരു കയ്യടി. യൂട്യൂബർമാർ റീൽസ് ഇട്ട് ഗണേശനെ എവിടെ എത്തിച്ചു. ആളാകാനുള്ള വിദ്യകളെല്ലാം ഗണേശൻ ചെയ്തു കൂട്ടി. ഒരു KSRTC ബസ്സിൻ്റെ മുമ്പിൽ ഒരു വെള്ളക്കുപ്പി കടന്നതിന് തത്സമയം ഡ്രൈവർക്കെതിരെ നടപടിയെടുത്തു. പക്ഷേ യദു എന്ന ഡ്രൈവറെ അധികാരത്തിളപ്പിൽ ഒരു മേയറും ഭർത്താവും പാർട്ടിയും കൂടി വേട്ടയാടിയപ്പോൾ ഗണേശൻ മിണ്ടിയതേയില്ല. കോൺഗ്രസ്സുകാരനെന്ന് കേൾക്കുമ്പോൾ ഗണേശന് പുച്ഛമാണ്. എങ്ങനെയാണ് ഗണേശൻ ആദ്യമായി മന്ത്രിയായത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം. തനിക്കെതിരെ മത്സരിക്കാനിറങ്ങിയ ജ്യോതികുമാർ ചാമക്കാലയെ പരിഹസിക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല. അയാൾ മരണവീടുകളിൽ പോകുന്നതിനായിരുന്നു പരിഹാസമെല്ലാം. സുരേഷ് ഗോപി നോമ്പുകഞ്ഞി കൈയിട്ട് നക്കി കുടിച്ചു എന്നൊക്കെ പരിഹസിച്ചു. അദ്ദേഹം ലൂർദ് മാതാവിന് കിരീടം കൊടുത്തതിനും പരമപുച്ഛം. കയ്യാല ചാടിയ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ പരിഹസിച്ചതൊക്കെ ഒന്ന് കേൾക്കണമായിരുന്നു. സതീശൻ തള്ളിൻ്റെ ആശാനാണെന്നും വണ്ടികളിൽ മോഡിഫിക്കേഷൻ നടത്തുമെന്ന പുതിയ തീരുമാനം നടക്കില്ലെന്നും ഒരു കാലത്തും സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകില്ലെന്നുമായി. ഒരിക്കൽ പോലും ഗണേശ് കരുതിയില്ല UDFന് ഇങ്ങനെ ഒരു വിജയം കിട്ടുമെന്ന്. ഒരിക്കലും ഇളകില്ലെന്ന് കരുതിയ തൻ്റെ മണ്ഡലം എന്തുകൊണ്ട് ജനങ്ങൾ തിരിച്ചെടുത്തുവെന്ന് ഗണേശൻ ചിന്തിക്കണം. അദ്ദേഹം പത്തനാപുരത്ത് വികസനങ്ങൾ നടത്താതിരുന്നിട്ടുമില്ല. പക്ഷേ വികസനങ്ങൾക്കപ്പുറമാണ് മനുഷ്യൻ്റെ മറ്റു ചില ചിന്തകൾ എന്ന് തിരിച്ചറിയണമായിരുന്നു. ആളെക്കൂട്ടൻ കേമനാണെങ്കിലും ഗണേശൻ്റെ ധാർഷ്ട്യവും ഏകാധിപത്യ മനോഭാവവും ജനങ്ങളെ വെറുപ്പിച്ചു കളഞ്ഞു. നായന്മാരുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റായ ഗണേശൻ യേശുവിൽ അഭയം പ്രാപിച്ചത് സമുദായാംഗങ്ങളെ ചില്ലറയല്ല അലോസരപ്പെടുത്തിയത്. ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ച ഗണേശനോട് സമരസപ്പെടാൻ ആളുകൾക്ക് കഴിഞ്ഞതുമില്ല. സ്വന്തം ഭാര്യ ഗണേശൻ്റെ കുൽസിത പ്രവർത്തികൾ കയ്യോടെ പൊക്കിയപ്പോൾ അവർക്ക് വട്ടാണെന്ന് പറഞ്ഞ് പരിഹസിച്ചതും ജനം കേട്ടതാണ്. പലവിധ കാരണത്താൽ ഒറ്റ രാത്രി കൊണ്ട് ഭാര്യ മാപ്പ് കൊടുത്തെങ്കിലും ജനങ്ങൾ പൊറുത്തില്ല. സ്വന്തം സ്വഭാവത്തിന് 100 മാർക്കിട്ട ഗണേശൻ
രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിരന്തരമായി പരിഹസിച്ചതുപോലും തിരിച്ചടിയായിട്ടുണ്ടാകും. ലോകത്തിൻ്റെ നാനാഭാഗത്തായി പടർന്നു കിടക്കുന്ന 5000 കാമുകിമാരെ കൊണ്ട് ഗണേശന് ഒരു ഗുണവും പത്തനാപുരത്തുണ്ടായില്ല. നാട്ടിൽ വികസനം കൊണ്ടുവരിക എന്നത് ജനപ്രതിനിധികളുടെ കടമയാണ്. അതിനാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആകാശം മുട്ടുന്ന വികസനം നടന്നു എന്നല്ല മനുഷ്യൻ ഇപ്പോൾ നോക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ചെറിയ ചെറിയ നെഗറ്റീവുകളിലേക്ക് അവരുടെ മനസ്സ് പോയെന്നിരിക്കും. ഒരു നേതാവിന് വേണ്ട യോഗ്യത വ്യക്തിശുദ്ധിയും വിനയവും സമഭാവനയുമാണ്. ഞാൻ എന്തു ചെയ്താലും എൻ്റെ വോട്ടർമാർ എന്നെ കൈവിടില്ല എന്ന അഹങ്കാരം പേറി നടക്കുന്നവരെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം പാഠം പഠിപ്പിച്ചു. ഗണേശന് പിതാവ് കരമൊഴിവായി നൽകിയതാണ് കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടി. അതിൽ ഗണേശനല്ലാതെ വേറൊരുത്തൻ്റെയും തലവെട്ടം കാണാനില്ല. സ്വന്തം പിതാവിനോട് പോലും നീതി കാണിക്കാൻ കഴിയാത്ത ഗണേശൻ പ്രചരണത്തിനിടയിൽ മക്കളെ ഇറക്കി നടത്തിയ വൈകാരിക പ്രകടനങ്ങൾ പോലും ജനം ഗൗനിച്ചില്ല. ഒരിക്കലുമില്ലാത്ത പോലെ ഒരു അപകടം ഗണേശൻ ഇത്തവണ മണത്തിരുന്നു. ബാലകൃഷ്ണപിള്ളയും ഉമ്മൻചാണ്ടിയും VS-ഉം ഇല്ലാത്ത ഈ തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു ഇത്. ജീവിതകാലത്ത് പ്രതികാരം ചെയ്യാത്തവർ മരണാനന്തരം അപകടകാരികളായി മാറി. അവരാത്മാവ് കൊണ്ടെങ്കിലും പകരം ചോദിച്ചിട്ടുണ്ടാകും ഗണേശനോട്. വാക്കിൻ്റെ കൂരമ്പുകൾ കൊണ്ട് മൂവരെയും ഗണേശൻ വേദനിപ്പിച്ചതിൻ്റെ ശിക്ഷയാകാം ഇപ്പോഴീ അനുഭവിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ തനിക്കെതിരെ വന്ന ആരോപണങ്ങളെ എത്ര പുച്ഛത്തോടെയും പരിഹാസത്തോടെയുമാണ് ഗണേശൻ സമീപിച്ചത്. ആസനത്തിലെ പുണ്ണ് അങ്ങാടിയിൽ കാണിക്കരുത് എന്നൊരു പഴമൊഴിയുണ്ട്. അത്തരക്കാർക്ക് ജനങ്ങൾ നൽകുന്ന ഒരു കടുത്ത ശിക്ഷയാണിത്.